നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മഴക്കാല പൂർവ്വ ശുചീകരണം മുടങ്ങിയത് പകർച്ചവ്യാധി വർദ്ധിക്കാൻ കാരണമായി തുറന്ന് സമ്മതിച്ചു ആരോഗ്യമന്ത്രി. സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തിരിച്ചടി. ലീവ് സറണ്ടർ വെട്ടി സർക്കാർ. എഞ്ചിൻ തകരാർ. കണ്ണൂരിൽ നിന്ന് 180 യാത്രക്കാരുമായി ജിദ്ദയിലേക്ക് പുറപ്പെട്ട വിമാനം തിരച്ചിറക്കി. മൺസൂൺ വഴിതെറ്റിയോ? ജൂണിൽ പെയ്ത മഴയിൽ 64% കുറവ്. ടെലിഗ്രാം നിരോധനം വിഡ്ഢിത്തം. NTA കഴിവുകേട്. മറയ്ക്കാനുള്ള നാടകം സാർത്ഥക് സിദ്ധാന്ത്. വനിതാ മേയർ ഉണ്ടായിട്ടും പരിഗണന ഉണ്ടായില്ല. ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല. പരാതിയുമായി കണ്ണൂർ മേയർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധയും പകർച്ചവ്യാധികളും വൻതോതിൽ വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം മാത്രം കേരളത്തിൽ 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച ആകെ ഷിഗല്ല കേസുകളുടെ എണ്ണം 146 രോഗബാധയെ തുടർന്ന് ഇതിനകം 5 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് ഷിഗല്ല മൂലമുള്ള മരണങ്ങൾ സംഭവിച്ചതെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. മഴക്കാല പൂർവ്വ ശുചീകരണം മുടങ്ങിയത് പകർച്ചവ്യാധി വർദ്ധിപ്പിക്കാൻ കാരണമായി. പകർച്ചവ്യാധികളെ ചെറുക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പങ്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ നിലവിലെ രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ സാധിക്കൂ. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം പരിശോധനകൾ കൂടുതൽ വിപുലമാക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയിച്ചു. രോഗം വ്യാപിപ്പിക്കുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തോ ഈ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി രോഗാവസ്ഥയെക്കുറിച്ചും അത് തടയാനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദമായ പഠനം നടത്തും. ഇതിനു പുറമെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും പ്രത്യേക പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകർച്ചവ്യാധികൾ കൃത്യമായി നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ ഡോക്ടർ SS ലാൽ ചെയർമാനായ വിദഗ്ധ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാൻ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഇതിനു പുറമെ പ്രാദേശിക തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക ഔട്ട് ബ്രേക്കിംഗ് കമ്മിറ്റികളും രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. എഞ്ചിൻ തകരാർ. കണ്ണൂരിൽ നിന്ന് 180 യാത്രക്കാരുമായി ജിദ്ദയിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചിറക്കി. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. വിമാനം പുറപ്പെട്ട് 2 മണിക്കൂറിനുള്ളിൽ അടിയന്തരമായി തിരിച്ചിറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്ന 180-ലധികം യാത്രക്കാരും സുരക്ഷിതരാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7:40-നായിരുന്നു വിമാനം കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടത്. പറന്നുയർന്ന് കുറച്ചു സമയത്തിനകം തന്നെ എഞ്ചിൻ തകരാർ മുന്നറിയിപ്പ് സൂചന നൽകുന്ന ലൈറ്റ് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ATC വിഭാഗവുമായി ബന്ധപ്പെട്ട് പൈലറ്റ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കാൻ തീരുമാനിച്ചു. ലാൻഡിംഗ് സുരക്ഷിതമാക്കുന്നതിനായി വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ടു പറന്ന് ഇന്ധനത്തിന്റെ അളവ് കുറച്ച ശേഷമാണ് റൺവേയിൽ തൊട്ടത്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷമുള്ള പരിശോധനയിലാണ് ഇന്ധന ഫിൽട്ടറിലെ തകരാറാണ് മുന്നറിയിപ്പ് ലൈറ്റ് തെളിയാൻ കാരണമായതെന്ന് കണ്ടെത്തിയത്. യാത്രക്കാർക്കായി താമസ സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്നും ജിദ്ദയിലേക്കുള്ള തുടർ യാത്രക്കായി മറ്റൊരു വിമാനം ഉടൻ തന്നെ ക്രമീകരിക്കുമെന്നും എയർലൈൻ അധികൃതർ വ്യക്തമാക്കി. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷൻ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിച്ചു. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഫോണിൽ നിന്നും സ്വന്തം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് നിർവഹിച്ചു. ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകാനുള്ള സമയം. രാജ്യത്തിന്റെ സുപ്രധാന പദ്ധതികളും പരിപാടികളും നടപ്പാക്കുന്നത് സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കി ആണെന്നും സെൻസസ് ഗൗരവമായി കണ്ട് എല്ലാവരും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ടാബിൽ നിന്നോ വെബ്സൈറ്റിൽ പ്രവേശിച്ചു സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ നമ്പർ, കുടുംബനാഥന്റെയോ കുടുംബനാഥിയുടെയോ പേര് എന്നിവ നൽകി മുന്നോട്ട് പോകാം. ഇത്തരത്തിൽ 34 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്താൽ 11 അക്കമുള്ള OTP തുടങ്ങുന്ന SEID നമ്പർ ഫോണിൽ മെസ്സേജായി ലഭിക്കും. ഈ നമ്പർ പിന്നീട് ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയുള്ള കാലയളവിൽ സെൻസസിനായി വീട് സന്ദർശിക്കാനെത്തുന്ന എന്യൂമറേറ്റർക്ക് നൽകിയാൽ മതി. സെൽഫ് എന്യൂമറേഷനിൽ നൽകിയ വിവരങ്ങളിൽ തിരുത്തലുണ്ടെങ്കിൽ എന്യൂമറേറ്ററെ അറിയിക്കാം. എന്യൂമറേറ്റർ പരിശോധിച്ച വിവരമാണ് അന്തിമമായി സെൻസസ് ഡാറ്റാബേസിലേക്ക് പോവുക. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി S,
NIC അഡീഷണൽ ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ വിശാൽ കുമാർ, ഡെപ്യൂട്ടി കളക്ടർ കെ ബാലഗോപാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വിജുല കെ തുടങ്ങിയവർ സംബന്ധിച്ചു. വനിതാ മേയർ ഉണ്ടായിട്ടും പരിഗണന ഉണ്ടായില്ല, ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല, പരാതിയുമായി കണ്ണൂർ മേയർ. KSRTC കണ്ണൂർ ഡിപ്പോയിൽ നിന്നുമുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് വനിത കൂടിയായ കണ്ണൂർ മേയർ ക്ഷണിച്ചില്ല. ചടങ്ങിൽ മേയർ എത്തിയതുമില്ല. കണ്ണൂർ MLA TO മോഹനനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ ദീപക്കാണ്. പരിപാടി ബഹിഷ്കരിച്ചതല്ലെന്നും ക്ഷണിക്കാത്തതിനാലാണ് തിങ്കളാഴ്ച രാവിലെ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതെന്നും മേയർ P ഇന്ദിര പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ഈ കാര്യത്തിൽ പരാതി നൽകി. ഞായറാഴ്ച രാത്രിയിൽ ഏതോ ഒരാൾ സോറി പറഞ്ഞു വിളിച്ചു, ആരാണെന്ന് അറിയില്ല. അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററാണ് കിട്ടിയത്. നേരത്തെ തന്നെ പോസ്റ്റർ കണ്ട ആളുകളും പ്രതികരിച്ചില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും പദവിയും ബഹുമാനവും കിട്ടിയിരുന്നു. ഡെപ്യൂട്ടി മേയർ ആയിരിക്കുമ്പോൾ സർക്കാർ പരിപാടികളിൽ പ്രോട്ടോകോൾ അനുസരിച്ച് അതിന്റെ ബഹുമാനം ലഭിച്ചിരുന്നു. സ്ത്രീകൾക്കായുള്ള വലിയൊരു പദ്ധതി ആയിട്ടും ഒരു വനിതാ മേയർ ഉണ്ടായിട്ടും അതിന്റെ പരിഗണന ഉണ്ടായില്ല. സംസ്ഥാനം മുഴുവനും തിങ്കളാഴ്ച നടന്ന ഉദ്ഘാടന പരിപാടികളിലും മേയർക്ക് അവരുടേതായ സ്ഥാനത്തിന് പരിഗണന നൽകിയിട്ടുണ്ട്. ഇവിടെ മാത്രം എന്താണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് അറിയില്ലെന്നും മേയർ പറഞ്ഞു. മൺസൂൺ വഴിതെറ്റിയോ? ജൂണിൽ പെയ്ത മഴയിൽ 64% കുറവ്. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയിട്ട് മാസം പകുതി പിന്നിട്ടു. എന്നിട്ടും മഴ പെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂൺ മാസത്തിൽ ഇതുവരെ ലഭിക്കേണ്ട ആകെ മഴയിൽ 64% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഈ സമയത്ത് രാജ്യം മുഴുവൻ വ്യാപിച്ച് സജീവമാകേണ്ട കാലവർഷം നിലവിൽ അതീവ ദുർബലമാണ്. രാജ്യത്തെ പ്രധാന ജലസംഭരണികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ന്നു നിൽക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും കാലവർഷക്കാറ്റിനെ കരയിലേക്ക് നയിക്കാൻ പാകത്തിലുള്ള ശക്തമായ ന്യൂനമർദ്ദങ്ങളോ അന്തരീക്ഷ ചുഴലികളോ രൂപപ്പെടുത്തതാണ് മഴയുടെ വ്യാപനത്തിന് മന്ദീഭവിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാന കാർഷിക സീസണായ ഖരീഫ് വിളകൾക്കാണ് ഈ സമയത്ത് നെല്ല്, പരുത്തി, പയർവർഗ്ഗങ്ങൾ, സോയാബീൻ എന്നിവ വിതയ്ക്കുന്നത്. മഴയെ ആശ്രയിച്ചാണ്. മൺസൂൺ മഴയെ പ്രതീക്ഷിച്ചിരിക്കുന്ന കോടിക്കണക്കിന് കർഷകർ ആശങ്കയിലാണ്. ആഗോളതലത്തിലുണ്ടായ താപനില വ്യതിയാനങ്ങളും പസഫിക് സമുദ്രങ്ങളിലെ മാറ്റങ്ങളും ഇന്ത്യൻ മൺസൂണിന്റെ സ്വാഭാവിക ഗതിയെ തടസ്സപ്പെടുത്തിയതായി പഠനങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യം തുടർന്നു. മഴയുടെ പെയ്യൽ കാലയളവ് കുറയുകയും പകരം ശക്തി കൂടുകയും ചെയ്തു. ഇത് ദുരന്തകാരിയായി മാറ്റമായി. ജൂണിൽ പെയ്തതും പ്രതീക്ഷകളും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ കണക്കുകൾ പ്രകാരം ജൂൺ 4-നും ജൂൺ 15-നും ഇടയിൽ സാധാരണ ലഭിക്കേണ്ട 53 മില്ലിമീറ്റർ മഴയുടെ സ്ഥാനത്ത് ലഭിച്ചത് 19 മില്ലിമീറ്റർ മഴ മാത്രമാണ്. രാജ്യത്തുടനീളം 64% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ഉപഖണ്ഡത്തിന്റെയും മധ്യ ഇന്ത്യയുടെയും ഭൂരിഭാഗം പ്രദേശങ്ങളും അസാധാരണമാവിധം മേഘങ്ങളുടെ അഭാവം കാണിക്കുകയാണെന്നാണ് നിരീക്ഷണ ഉപഗ്രഹ ഡാറ്റകൾ പറയുന്നത്. ഹിമാലയൻ പ്രദേശം, വടക്കുകിഴക്കൻ ഇന്ത്യ, ഇൻഡോ ഗംഗ സമതലത്തിനാണ് വടക്കുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് കാര്യമായ മേഘങ്ങൾ ഉള്ളത്. അറബിക്കടൽ വഴിയുള്ള കാലവർഷവും ദുർബലമാണ്. സാങ്കേതികമായി കാലവർഷം മുന്നേറുന്നു എന്ന് പറയാം. കിഴക്കൻ ഇന്ത്യയിൽ മട നിൽക്കുന്ന അന്തരീക്ഷ സംവിധാനം അസാധാരണമാവിധം ദുർബലമാണ്. ഇത് നിലവിലുള്ള മഴക്കുറവ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും നിരീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷവും ജൂൺ അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, ആന്ധ്ര കർണാടക അതിർത്തി, തെക്കൻ തമിഴ്നാട്, കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ എന്നിവിടങ്ങളിൽ 22-28 തീയതികളോടെ ഇടിമിന്നലോട് കൂടിയ മഴ ശക്തമാകും. കേരളം, കർണാടക സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിലും മുംബൈ വരെയുള്ള തീരമേഖലകളിലും മഴയുടെ അളവ് വർദ്ധിക്കും. എങ്കിലും ഈ ഘട്ടത്തിലും അതിശക്തമായ മൺസൂൺ മഴയ്ക്ക് സാധ്യത കാണുന്നില്ലെന്നാണ് നിലവിലെ പ്രവചനം. ടെലിഗ്രാം നിരോധനം വിഡ്ഢിത്തം. NTA കഴിവുകേട് മറയ്ക്കാനുള്ള നാടകം. സർത്താക് സിദ്ധാർത്ഥ്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് ടെലിഗ്രാം ആപ്പ് താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി തികച്ചും വിഡ്ഢിത്തമാണെന്ന് CBSE. ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന വിദ്യാർത്ഥി സർത്താക് സിദ്ധാർത്ഥ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരാജയവും കഴിവുകേടും മറച്ചുവെക്കാനാണ് രാജ്യം മുഴുവൻ ആപ്പ് നിരോധിച്ചതെന്ന് സർത്താക് കുറ്റപ്പെടുത്തി. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലെയും ടെൻഡർ രേഖകളിലെയും ക്രമക്കേടുകൾ ഡിജിറ്റൽ വിശകലനത്തിലൂടെ പുറത്തു കൊണ്ടുവരികയും ഇത് പാർലമെന്ററി വിദ്യാഭ്യാസ സമിതിക്ക്
മുന്നിൽ സമർപ്പിക്കുകയും ചെയ്ത ശ്രദ്ധേയനായ റാഞ്ചി സ്വദേശിയായ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാർത്ഥക് സിദ്ധാന്ത്. NTA കഴിവുകേട് കാരണം രാജ്യം മുഴുവൻ ടെലിഗ്രാം ബ്ലോക്ക് ചെയ്യുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. ലക്ഷക്കണക്കിന് അധ്യാപകരും മറ്റ് പ്രൊഫഷണലുകളും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും റിസോഴ്സുകൾ പങ്കുവെക്കാനും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണിത്. ഇതുകൂടാതെ സുരക്ഷിതമായ ആശയവിനിമയം, മീഡിയ ഉപയോഗം, ബിസിനസ്സുകൾക്കും സാങ്കേതിക പ്രൊജക്ടുകൾക്കുമായി ഓട്ടോമേറ്റഡ് ബോട്ടുകൾ നിർമ്മിക്കുന്നതിനുമുള്ള ടെലിഗ്രാം API ഉപയോഗം എന്നിവയ്ക്കായി വലിയൊരു വിഭാഗം ഈ ആപ്പിനെ ആശ്രയിക്കുന്നുണ്ട്. നിരോധനം ഇവരെയെല്ലാം വലിയ രീതിയിൽ ബാധിക്കും. സാർത്ഥക് സിദ്ധാന്ത് പറഞ്ഞു. ജൂൺ 21 നടക്കാനിരുന്ന നീറ്റ് UG പരീക്ഷയുടെ മുന്നോടിയായി ടെലിഗ്രാമിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയ കേന്ദ്രം തീരുമാനത്തെ NTA പൂർണ്ണമായി സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് സാർത്ഥകിന്റെ പ്രതികരണം. കഴിഞ്ഞ മെയ് മാസം നടന്ന യഥാർത്ഥ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പരീക്ഷാ ബോർഡിനുള്ളിലെ ആളുകളുടെ സഹായത്തോടെ ചോർത്തിയതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. തുടർന്ന് രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇതിനിടെ പരീക്ഷ റദ്ദാക്കിയതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ജൂൺ 22 വരെയാണ് കേന്ദ്ര IT മന്ത്രാലയം ഇന്ത്യയിൽ ടെലിഗ്രാമിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയത്. പരീക്ഷയ്ക്ക് ശേഷം വ്യാജ തെളിവുകൾ ചമയ്ക്കൽ, ടെലിഗ്രാമിലെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ ദുരുപയോഗം ചെയ്യുന്നത് തടയൽ 30 വരെ ഈ ഫീച്ചറിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പരീക്ഷാ ക്രമക്കേടുകൾക്ക് ശാശ്വത പരിഹാരം കാണാതെ ആപ്പ് നിരോധിച്ചത് കേന്ദ്ര നടപടിയെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ട്രോളുകളും ഉയരുകയാണ്.